ഹായ് എവരി വൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. കേരളത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ക്ലർക്ക് ജോലി നേടാനുള്ള ഒരു അവസരം വന്നിട്ടുണ്ട്. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്, അതുപോലെ തന്നെ ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷൻ എന്നിങ്ങനെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ. ദെൻ സമഗ്ര ശിക്ഷ കേരള റിക്രൂട്ട്മെൻറ്റ് 2024 ക്ലർക്ക് ജോലി ഒഴിവുകൾ നികത്തുന്നത് സംബന്ധിച്ച തൊഴിൽ വിജ്ഞാപനം സമഗ്ര ശിക്ഷ കേരള പുറത്തിറക്കി. ആവശ്യമായ യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് സർക്കാർ സ്ഥാപനം ഓഫ്ലൈൻ അപേക്ഷ ക്ഷണിക്കുന്നു. ഈ ഒരു ക്ലർക്ക് തസ്തികകൾ കേരളമാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് 16/8/2024 മുതൽ 25/9/2024 വരെ ഓഫ്ലൈൻ വഴി, തപാൽ വഴി അപേക്ഷിക്കാം. സമഗ്ര ശിക്ഷ കേരള റിക്രൂട്ട്മെൻറ്റ് 2024 ഹൈലൈറ്റുകൾ. സംഘടനയുടെ പേര് സമഗ്ര ശിക്ഷ കേരള. തസ്തികയുടെ പേര് ക്ലർക്ക്. ജോലിത്തരം സംസ്ഥാന ഗവൺമെൻറ്. റിക്രൂട്ട്മെൻറ്റ് തരം കരാർ. ഒഴിവുകൾ 1. ജോലിസ്ഥലം തിരുവനന്തപുരം, കേരളം. ശമ്പളം മാനദണ്ഡങ്ങൾ അനുസരിച്ച്. അപേക്ഷയുടെ രീതി ഓഫ്ലൈൻ, തപാൽ വഴിയാണ്. അപേക്ഷ ആരംഭിക്കുന്നത് 16/8/2024. അപേക്ഷ അവസാന തീയതി 25/9/2024. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ ഡേറ്റിന് മുമ്പായി അപ്ലൈ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ജോലിയുടെ വിശദാംശങ്ങളാണ് പറയുന്നത്. പ്രധാന തീയതികൾ. സമഗ്ര ശിക്ഷ കേരള റിക്രൂട്ട്മെൻറ്റ് 2024 അപേക്ഷിക്കാനുള്ള ആരംഭ തീയതി 16 ഓഗസ്റ്റ് 2024. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 25 സെപ്റ്റംബർ 2024. ഒഴിവുകളുടെ വിശദാംശങ്ങൾ. സമഗ്ര ശിക്ഷ കേരള റിക്രൂട്ട്മെൻറ്റ് 2024 ക്ലർക്ക് ഒരു വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ഒഴിവുകൾ കുറവാണെങ്കിലും മാക്സിമം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നെക്സ്റ്റ് സാലറി ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. സമഗ്ര ശിക്ഷ കേരള റിക്രൂട്ട്മെൻറ്റ് 2024 ക്ലർക്ക് മാനദണ്ഡങ്ങൾ അനുസരിച്ചിട്ടാണ് സാലറി കണക്കാക്കുന്നത്. നെക്സ്റ്റ് ഏജ് ലിമിറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. സമഗ്ര ശിക്ഷ കേരള റിക്രൂട്ട്മെൻറ്റ് 2024 ക്ലർക്കിന് 36 വയസ്സ് വരെ അപ്ലൈ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. സമഗ്ര ശിക്ഷ കേരള റിക്രൂട്ട്മെൻറ്റ് 2024 അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഏതെങ്കിലും ഫാക്കൽറ്റിയിൽ ബിരുദം അല്ലെങ്കിൽ അതിന് തത്തുല്യമായ കമ്പ്യൂട്ടർ വേഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ അതിന് തത്തുല്യമായ ബിരുദം. ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് അപേക്ഷാ ഫീസ്. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. സമഗ്ര ശിക്ഷ കേരള റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷാ ഫീസ് ആവശ്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഈ പോസ്റ്റിലേക്ക് നിങ്ങളെ സെലക്ഷൻ ചെയ്യുന്നത് പ്രമാണ പരിശോധന, വ്യക്തിഗത അഭിമുഖം എന്നിങ്ങനെയാണ് നിങ്ങളെ ഈ പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് അപേക്ഷിക്കേണ്ട വിധം എങ്ങനെയെന്നാണ്. സമഗ്ര ശിക്ഷ കേരള റിക്രൂട്ട്മെൻറ്റ് 2024 യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളുടെ ബയോഡാറ്റ സഹിതം പൂരിപ്പിച്ച അപേക്ഷയുടെ സംസ്ഥാന പ്രൊജക്ട് ഡയറക്ടർ, സമഗ്ര ശിക്ഷ കേരള സംസ്ഥാന പ്രൊജക്ട് ഓഫീസ്, നന്ദാവനം വികാസ് ഭവൻ PO, തിരുവനന്തപുരം 695033 എന്ന വിലാസത്തിൽ ലഭിക്കണം. 2024 സെപ്റ്റംബർ 25 മുമ്പ് 5 മണിയാണ് സമയം കൊടുത്തിട്ടുള്ളത്. അതിന് മുമ്പ് നിങ്ങൾ സമർപ്പിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഓഫ്ലൈനായി അപേക്ഷിക്കാൻ ചുവടെ നൽകിയിരിക്കുന്ന ഘട്ടങ്ങൾ പാലിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഫ്ലൈനായി അപേക്ഷിക്കാൻ ഔദ്യോഗിക വെബ്സൈറ്റ് തുറക്കുക. റിക്രൂട്ട്മെൻറ്റ് കരിയർ പരസ്യ മെനു എന്നതിൽ ക്ലർക്ക് ജോബ് നോട്ടിഫിക്കേഷൻ കണ്ടെത്തി അതിൽ ക്ലിക്ക് ചെയ്യുക. അവസാനം നൽകിയിരിക്കുന്ന ലിങ്കിൽ നിന്ന് ഔദ്യോഗിക അറിയിപ്പ് ഡൗൺലോഡ് ചെയ്യുക. അറിയിപ്പ് പൂർണ്ണമായി വായിക്കുക. ശ്രദ്ധാപൂർവ്വം നിങ്ങളുടെ യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുക. താഴെയുള്ള ഔദ്യോഗിക ഓൺലൈൻ അപേക്ഷാ രജിസ്ട്രേഷൻ ലിങ്ക് സന്ദർശിക്കുക. ആവശ്യമായ വിശദാംശങ്ങൾ തെറ്റുകൾ കൂടാതെ കൃത്യമായി പൂരിപ്പിക്കുക. അറിയിപ്പിൽ സൂചിപ്പിച്ചിരിക്കുന്ന ഫോർമാറ്റിലും വലുപ്പത്തിലും ആവശ്യമായ എല്ലാ രേഖകളും അപ്ലോഡ് ചെയ്യുക. രജിസ്റ്റർ ചെയ്ത വിശദാംശങ്ങൾ ശരിയാണെന്ന് പരിശോധിച്ച ശേഷം സമർപ്പിക്കുക. അടുത്തതായി സമഗ്ര ശിക്ഷ കേരളയ്ക്ക് അപേക്ഷാ ഫീസ് ആവശ്യമാണെങ്കിൽ അറിയിപ്പ് മോഡ് അനുസരിച്ച് പണമടയ്ക്കുക, അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോവുക. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സുരക്ഷിതമായി സൂക്ഷിക്കുക. അവസാനമായി 25/9/2024 മുമ്പായി വിജ്ഞാപനത്തിൽ
നൽകിയിരിക്കുന്ന തപാൽ വിലാസത്തിലേക്ക് അപേക്ഷാ ഫോം അയയ്ക്കുക. എൻവലപ്പിൽ എന്ന തസ്തികയിലേക്കുള്ള അപേക്ഷയുടെ മുകളിൽ എഴുതിയിരിക്കണം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ ഡേറ്റിന് മുമ്പേയായി അപ്ലൈ ചെയ്യേണ്ടതാണ്. വാക്കൻസികൾ കുറവാണെങ്കിൽ മാക്സിമം അപ്ലൈ ചെയ്യുക. കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു ജോബായിരിക്കും. അതുകൊണ്ട് തന്നെ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക്